എന്താണ് വിഷയം ബ്ലോഗിൻ്റെ പുതിയൊരു വിഷയം വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് വെണ്ടുരുത്തി പാലത്തിലാണ് ചൂണ്ടിടാൻ വന്നേക്കുന്നത്. ഇപ്പോൾ സബിക്കാണ് ഇറക്കണത്. വൈറ്റിടാൻ നമ്മൾ ഇറക്കിയായിരുന്നു, പക്ഷേ നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോയി. നമ്മുടെ സബിക്കാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജോസേട്ടനാണ് ആദ്യം സബിക്ക് ഇറക്കണത്. സബിക്ക് ഇറക്കി വിട്ട് നമ്മളൊരു തെർമോക്കോൾ അടിയിൽ ഇവിടെ ഉടക്കുന്നുണ്ട്. അത് കാരണം ഒരു തെർമോക്കോൾ പൊക്കത്തി കൊടുത്തിട്ടാണ് നമ്മൾ താഴ്ത്തട്ടത് ഇറക്കി വിടുന്നത്. ടങ്കീസ് ഇറക്കി വിടിയാണ്. നമ്മുടെ തെർമോക്കോളാണ് ഒഴുക്കിനങ്ങോട്ട് ഒഴുകി പോവുകയാണ്. നമ്മൾ ആ പാലക്കാല ചെന്ന് അവിടെ ഇട്ടിട്ടാണ് കുലുക്കണം. ഇത് കുലുക്കി ഒരു സബിക്ക് എന്ന് പറയുന്നത്. അതെ, നമുക്ക് സനുബ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ചാള ബൈറ്റായിട്ട് ഉപയോഗിച്ചിട്ട് അടിച്ച ഒരു കൂരി ഒരു വറ്റയാണ്. നമ്മുടെ സബിക്ക് നമ്മളത് ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയതിന് ശേഷം നമ്മൾ ആ പാലത്തിൻ്റെ തൂണിൻ്റെ താഴത്ത് എന്നിട്ട് വലിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. സബിക്ക് എന്ന് പറയുന്നത് സബിക്ക് അവർ കുലുക്കി എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ വലിച്ചും താത്തിക്കൊണ്ടിരിക്കും. വലിച്ചിട്ട് താഴത്തോട്ട് വിടുമ്പോൾ വെയിറ്റ് ഉണ്ട്, നമ്മൾ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വലിക്കുമ്പോഴാണ് മീൻ അടിക്കുന്നത്. നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. നല്ല ഹെവി അടിയാണ്. സാഗര നടത്തുകയാണ്. അടിയിലൊക്കെ പറ്റാ, മൊത്തം പറ്റാ. 1 2 3 4 5 6 7 8 9 10 11 12 13 പറ്റാ. സഹായിച്ചിട്ടാണ് നമ്മളത് കരക്ക് കയറ്റുന്നത്. എല്ലാം നല്ല ഒരു 300-400 ഗ്രാം. ആ മുഖം ഒന്ന് കാണട്ടെ. നമുക്ക് ആദ്യമായിട്ടാണ് കൈസ് ഇത്രയും വറ്റ ഇങ്ങനെ ഫുള്ള് സബിക്കയിൽ അടിച്ച് കയറുന്നത്. വറ്റ മാലയെന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊരു 16-17 കൊളുത്തുണ്ടായിരുന്നു. അതിൽ 13 എണ്ണത്തിലും വറ്റ കയറി അടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സബിക്കയിൽ അടിച്ചായിരുന്നു, പക്ഷെ നമുക്കന്നൊന്നും വരാൻ പറ്റിയില്ലായിരുന്നു. അടുത്ത് നമ്മൾ സബിക്ക് ഇറക്കിയിട്ട് അടുത്തൊരു 3 വറ്റയും കൂടി അടിച്ചു. പക്ഷെ നമുക്കിത് ഇറക്കണതും അത് എടുക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളാ ജോസേട്ടിന് പൂരി അടിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്കുന്ന ജോസേട്ടിന് പൂരി അടിച്ച് നമ്മൾ ചാളയാണ് ബൈറ്റായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഒരു മോത അടിച്ചിട്ടുണ്ട്. അടുത്ത നമ്മളത് ജോസേട്ടിന് ഇറക്കിയ സബിക്കിയിൽ ഒരു വറ്റ അടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വറ്റ അടിച്ചിട്ടുണ്ട്. അടിച്ചുള്ളത് വറ്റ കയറി തെർമോക്കോള് ഇട്ടിട്ടുണ്ടായിരുന്നു. ജോസേട്ടന് അടിച്ച വറ്റയാണ്. കുഴപ്പമില്ല, ഒരു 300 ഗ്രാമിൻ്റെ സൈസ് വറ്റയാണ്. സബിക്കിൽ അത്യാവശ്യം വറ്റ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ ആയിട്ട് ഇപ്പോൾ ബൈറ്റിലാണ് കൂടുതലും വറ്റ അടിക്കുന്നത്. ചാള, ചെമ്മീൻ അങ്ങനെയൊക്കെ അടിക്കുന്നത്. നാരഞ്ചമ്മയിൽ വലിയ വറ്റ അടിക്കുന്നത്. 1 കിലോ 3/4 കിലോ സൈസ് വറ്റ അടിക്കുന്നത്. ജോസേട്ടന് അടിച്ചൊരു വറ്റയാണ്. നമുക്ക് പറ്റുന്ന പരിപാടി ഇതല്ലേ. ജോസേട്ടന് ഒരു വറ്റ അടിച്ച്. ഇപ്പോൾ നമ്മൾ ഉച്ചക്ക് വന്നാണ്. വൈകിട്ട് സൂര്യാസ്തമയമാകുന്നത് വൈകിട്ടായി. സൂര്യൻ്റെ താഴെ പോകുന്നൊരു ദൃശ്യമാണ്. അടിപൊളിയല്ലേ കാണാനായിട്ട്. ഭംഗിയുണ്ടല്ലോ. അടുത്തടിച്ച് നമ്മൾ ജോസേട്ടനടുത്ത് ചൂടാക്കി കഴിഞ്ഞു. നമ്മൾ ലോങ് ഇറക്കണം. ലോങ് നമ്മൾ ഇറക്കിയായിരുന്നു, പക്ഷേ നമുക്ക് നേരം നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോയി. ലോങ് ഇടണം.
പായൽ പിടിച്ച് നിൽക്കുകയാണ്. സാധനമുണ്ട്. പിന്നെ അവിടെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് ഫിഷിങ്ങിനുള്ളത്. തേവര വെട്ടുരുത്തി പാലമാണ് ലെവൽ ബേസിൻ്റെ പറ്റിയുള്ളതാണ്. നല്ലോണം മീനടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ലോങ് ഇറക്കണം. ലോങ് ഇറക്കിയാൽ മാത്രമാണ് മീൻ കൂടുതലായിട്ട് അടിക്കണം. വറ്റകളുടെ അടിക്കുന്ന ഐസ് വറ്റ 1 കിലോ 1.5 കിലോ വറ്റ അടിക്കുന്നത് പുറത്തിറക്കിയാലേ കിട്ടത്തുള്ളൂ. വലിയുന്നുണ്ട്. മീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ. അതെ ജോസേട്ടനാണെങ്കിൽ പോയി സബിക്കുള്ളൊരു വറ്റ അടിച്ചാൽ പോയി. നമുക്ക് ഇന്നത്തെ ഫിഷിങ്ങിലടിച്ച മീനുകളാണിത്. സബുക്കിയിലടിച്ച വറ്റകളാണ്. 13 വറ്റ ഒരു പൂമീനും അടിച്ചായിരുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മളത് തൂക്കി നോക്കിയിട്ട് നമുക്കൊരു 2.5 കിലോ വെയിറ്റ് ഉണ്ട്. 2.5 കിലോ ഉണ്ടായിരുന്ന വറ്റ മാത്രം. നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.